കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഇനിയും ചുരുളഴിയാത്ത ഒരു രഹസ്യത്തിന്റെ കഥയായാലോ? കഥയുടെ പേര് ഇരുമ്പ് മുഖം മൂടിക്കാരൻ. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ ഉളയ്ക്കൽ. ഫ്രാൻസിലെ രാജാവായ ലൂയി 14 തടവിലായിരുന്നു ആ മുഖം മൂടിക്കാരൻ. ഇരുമ്പ് മുഖം മൂടി അണിഞ്ഞല്ലാതെ അയാളെ ആരും കണ്ടിട്ടില്ല. 1669 അറസ്റ്റിലായി എന്ന് കരുതപ്പെടുന്ന മുഖം മൂടിക്കാരൻ മരിക്കും വരെ തടവറയിലായിരുന്നു. ആരാണിയാൾ? എന്താണ് അയാൾ ചെയ്ത കുറ്റം? അതൊന്നും ആർക്കും കൃത്യമായി അറിയില്ല. മുഖം മൂടിക്കാരൻ്റെ മുഖവും പേരും ശിക്ഷയും രഹസ്യമായി സൂക്ഷിക്കാൻ രാജാവ് ഏർപ്പാടുകൾ ചെയ്തിരുന്നു. ഇറ്റലിയിൽ നിന്നുള്ള എർക്കോൺ ആന്റോണിയോ മാറ്റിയോളി എന്നയാളാണ് ഇതെന്ന് കരുതുന്നവരുണ്ട്. രാജാവിൻ്റെ അച്ഛനോ സഹോദരനോ മകനോ ആകാം എന്ന് മറ്റു ചിലർ. രാജാവിനെ എതിർത്തിരുന്ന ആരെയോ തടവിലാക്കിയതാണ് എന്നും വാദമുണ്ട്. പൊട്ടിയ മേശയും കസേരയുമുള്ള തടവറയിലാണ് മുഖംമൂടിക്കാരനെ പാർപ്പിച്ചിരുന്നത്. പല ജയിലുകളിലും മുഖംമൂടിക്കാരനെ തടവിലിട്ടിട്ടുണ്ട്. ഇയാൾക്ക് മാത്രമായി ഒരു പ്രത്യേക കാവൽക്കാരനും ഉണ്ടായിരുന്നു. തടവുകാരൻ ജയിൽ മാറുമ്പോൾ കാവൽക്കാരനും അങ്ങോട്ട് മാറും. ഇരുമ്പ് മുഖം മൂടി അണിഞ്ഞ മനുഷ്യനെ അടിസ്ഥാനമാക്കി പല കൃതികളും വന്നിട്ടുണ്ട്. അലക്സാണ്ടർ ഡ്യൂമായുടെ ക്ലാസിക് നോവൽ ദി മാൻ ഇൻ ദി അയൺ മാസ്ക് ആണ് ഏറ്റവും പ്രശസ്തം. വോൾട്ടയറും ഈ തടവുകാരനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 1703 ഇരുമ്പ് മുഖം മൂടിക്കാരൻ മരണമടഞ്ഞു. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.